എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കാസർഗോഡ് ജില്ലയിലെ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. നാരായണൻ. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്തിൽ നിന്ന് ആദ്യം പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും തുടർന്നുള്ള നവീകരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു വരുന്നു. ഒപ്പം തന്നെ വയോജനങ്ങൾക്കായും സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ടി.കെ. നാരായണനാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീ നാരായണൻ. നമസ്കാരം. മഴക്കാലം എത്തിയതോടെ ആരോഗ്യ ശുചിത്വ മേഖലകളിൽ അടക്കം തന്നെ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മൾ മഴക്കാലം വന്ന ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ഒരു യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളും ശുചിത്വ കമ്മിറ്റി യോഗം ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ പകർച്ചവ്യാധികളൊന്നും വരാത്ത രീതിയിൽ മാലിന്യമുക്തമാക്കിയ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയ്ക്ക് സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതായത് കുടുംബശ്രീയുടെയും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒക്കെ സഹായത്തോടു കൂടി എല്ലാ വാർഡുകളിലും ശുചിത്വ പ്രഖ്യാപനം നടത്തുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി മാലിന്യങ്ങളൊക്കെ എടുത്തു മാറ്റുകയും ഇതൊക്കെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നമ്മുടെ മിനി MCFലേക്ക് എത്തിക്കുകയും ചെയ്തു. വാർഡിന്റെ എല്ലാ കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെ 14 വാർഡുകളിലും വളരെ കൃത്യമായി തന്നെ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. തീർച്ചയായും അതോടൊപ്പം തന്നെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളാണുള്ളത്. ഈ 14 വാർഡുകളിലുമായി 28 ഹരിതകർമ്മ സേനയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ആദ്യം തന്നെ 100% USSP പിരിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് കള്ളാർ ഗ്രാമപഞ്ചായത്ത്. 14 വാർഡുകളിലും എല്ലാ ഹരിതകർമ്മ സേനകൾ വളരെ കൃത്യമായി മുഴുവൻ വീടുകളിലേക്കും കൃത്യമായി എത്തുകയും ആ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന മാലിന്യങ്ങൾ അത് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്തു. എല്ലാ മാസവും റിവ്യൂ നടത്തിക്കൊണ്ട് ഓരോ വാർഡിനകത്തും ഏതൊക്കെ വീട്ടിൽ നിന്നാണ് ഈ മാലിന്യങ്ങൾ തരാതിരിക്കുന്നത്, ഏതൊക്കെ വീട്ടിൽ നിന്നാണ് USSP ലഭിക്കാതിരിക്കുന്നത് എന്നുള്ള പരിശോധന വീടുകളെ തന്നെ ഓരോന്നായി പരിശോധന നടത്തിക്കൊണ്ട് ആ വീടുകളിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ അതാത് വാർഡിലെ ജനപ്രതിനിധികളും ആയി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ അത്തരം അതായത് മാലിന്യമുക്തമായ ഒരു ഗ്രാമപഞ്ചായത്താക്കി മാറ്റാനുള്ള ഒരു ഇടപെടൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നടന്നു. അതിനകത്ത് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഇത്തരം സർക്കാർ ജീവനക്കാരും എല്ലാവരും വളരെ ആത്മാർത്ഥതയോട് ഭരണസമിതിയോടൊപ്പം നിൽക്കുകയും അത് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് നടപ്പിലാക്കാനും കള്ളാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനത്തെ പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കം തന്നെ ഉള്ള തൊഴിലാളികൾക്ക് അവരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഊർജിതമായി പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കള്ളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് അതായത് 6 കോടി രൂപയോളം തൊഴിലുറപ്പ് മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. 6 കോടി രൂപ. അതിൽ മാതൃകാ പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് നമ്മൾ ഈ മതക്കം ശരിക്കും കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഈ മതക്ക നിർമ്മാണം തൊഴിലുറപ്പിലൂടെ നമ്മൾ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയത്. ഈ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾ വളരെ ആത്മാർത്ഥമായി ഈ മാലിന്യമുക്തമായ കേരളം എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ തോടുകളും അരുവികളും ഓരോ നീരുറവകളും കൃത്യമായി അതിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളൊക്കെ എടുത്തു മാറ്റി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും കള്ളാർ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള എല്ലാ തോടുകളും അതായത് നീരുറവകളും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം തൊഴിലുറപ്പ് മേഖലയിലൂടെ ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിരുന്നു. തൊഴിലാളികൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും അവരുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അതാത് വാർഡിൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ച് അതിന്റെ നേതൃത്വത്തിൽ ഏതൊക്കെ തോടിലാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആ വലിച്ചെറിയുന്നവരെ കൃത്യമായി അവരെ കണ്ടെത്തിക്കൊണ്ട് അവരിൽ നിന്ന് പിഴ ഈടാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അതായത് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തൊഴിലുറപ്പ് മേഖലയിലെ വലിയൊരു ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിനകത്ത് വലിയ രീതിയിലെ വികസന പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടന്നത്. കാരണം പദ്ധതി ഫണ്ടിനേക്കാൾ കൂടുതൽ ഈ പഞ്ചായത്തിനകത്ത് തൊഴിലുറപ്പ് മേഖലയിൽ വലിയ വികസനം നടന്നിട്ടുണ്ട്. കാരണം കള്ളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ വാർഡിലും അതായത് ഈ
കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലകത്തും, അതായത് മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഒരു തുള്ളി പോലും ഒഴുകി പോകാത്ത രീതിയിൽ എല്ലാ വാർഡിനകത്തും, അതായത് കയ്യാല, മൺകയ്യാല, അതുപോലെ തന്നെ കല്ല് കയ്യാല അത്തരം നിർമ്മിക്കുകയും മാത്രമല്ല ഓരോ നീരുറവകളും സംരക്ഷിക്കുന്നതിന് വേണ്ടി മതക്കം നിർമ്മിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ ഒരു മാതൃകാ പ്രോജക്റ്റ് ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പിലൂടെ. അതിലൂടെ കളാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനും അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനും കൂടെ കഴിഞ്ഞു. ഈ വർഷം ഒരു തുള്ളി പോലും ഈ പഞ്ചായത്തിനകത്ത് കുടിവെള്ളം വിതരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ആവശ്യത്തിലുള്ള കുടിവെള്ളം ലഭ്യമായിരുന്നു ഇത്തരം പദ്ധതിയിലൂടെ. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണമാണ് കളാർ പഞ്ചായത്തിനകത്ത് ഇത്തരം പദ്ധതി. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ വഴി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്, പ്രത്യേകിച്ച് തൊഴിൽ സംരംഭങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലൊക്കെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കളാർ പഞ്ചായത്തിനകത്ത് അതായത് കുടുംബശ്രീ മുഖാന്തരം എല്ലാ വർഷവും, അതായത് ഈ കളാർ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ കുടുംബശ്രീക്കും ആവശ്യമായ പച്ചക്കറി തൈകൾ കൊടുക്കും. ഒരു വിഷമുക്തമായ പച്ചക്കറി ലഭ്യമാകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കാത്ത രീതിയിലുള്ള, അതായത് ഈ മലയോര മേഖല ഈ പഞ്ചായത്തിനകത്ത്, കളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ വർഷവും കാർഷിക മേഖലയിൽ പദ്ധതി വെക്കുകയും അത് കുടുംബശ്രീ നേതൃത്വത്തിൽ പച്ചക്കറികൾ വേണ്ടുവോളം ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ഓണം, വിഷു എന്ന് വേണ്ട ക്രിസ്മസ്, പെരുന്നാൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചന്തകൾ ഉണ്ടാക്കുകയും അത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുകയും മിതമായ വിലക്ക് എത്തിക്കാനും കൂടെ കുടുംബശ്രീയോട് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പദ്ധതികൾ, ഓണത്തിന് പുഷ്പകൃഷി എന്നുള്ള പദ്ധതിയിലൂടെ കളാർ ഗ്രാമപഞ്ചായത്തിൽ ഇഷ്ടം പോലെ പൂക്കൾ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലേക്കൊക്കെ ആവശ്യമായ പൂ കൊടുക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. കളാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ നേതൃത്വം തന്നെയാണ് കളാർ ഗ്രാമപഞ്ചായത്തിൽ ചാച്ചാജി ബെഡ്സ് സ്കൂൾ കൂടെ നടക്കുന്നുണ്ട്. ആ ബെഡ്സ് സ്കൂളിൽ വളരെ നല്ല രീതിയിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അവിടെ സ്വയം സംരംഭം എന്ന നിലയ്ക്ക് അത്തരം പദ്ധതികൾ കൂടെ ഈ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ നേതൃത്വം നടപ്പിലാക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണല്ലോ. അത്തരത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി കർഷകർക്കായിട്ട് സബ്സിഡി എല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? കാർഷിക മേഖലയിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ 30 ലക്ഷം രൂപയോളം ഒരു സാമ്പത്തിക വർഷത്തിന്റെ കാർഷിക മേഖലയിലേക്ക് നടപ്പിലാക്കുന്നുണ്ട്. ഏകദേശം 4 കളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് പാടശേഖര സമിതികൾ ഈ പഞ്ചായത്തിനകത്തുണ്ട്. ആ പാടശേഖര സമിതിക്ക് ആവശ്യമായ സബ്സിഡി കൊടുക്കുകയും മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ കൃഷിക്കാർക്ക് നിലം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, വരമ്പ് പിടിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഓവുചാലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇതൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ കാർഷിക മേഖലയിലേക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് ആവശ്യമായ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആവശ്യമായ കുളം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, കിണർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തന്നെ ഒരുപാട് കാർഷിക മേഖലയിൽ കൊടുക്കും. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പദ്ധതികളിലൂടെ തെങ്ങ് കർഷകർക്ക്, അതായത് ഒരു സാമ്പത്തിക വർഷം തന്നെ ഏകദേശം 20 ലക്ഷം രൂപയോളം കവുങ്ങിനും തെങ്ങിനുമായി സബ്സിഡി കൊടുത്ത് ജൈവവളം വിതരണത്തിന് വേണ്ടിയും നമ്മൾ ഈ പഞ്ചായത്തിനകത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം. എങ്ങനെയാണ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ പാലിയേറ്റീവ് കെയർ രോഗികളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ പാലിയേറ്റീവ് രോഗികൾക്കും ആവശ്യമായ പരിചരണങ്ങൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ശുചിത്വമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മഴക്കാല പൂർവ്വ പകർച്ചവ്യാധികളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ഭഗീരഥ പ്രയത്നം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ആവശ്യമായ, അതായത് മെഡിക്കൽ ക്യാമ്പുകൾക്ക്, ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ക്യാമ്പ്, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് വീൽ ചെയർ, ക്രച്ചസ്, അതുപോലെ തന്നെ സ്മാർട്ട് വീൽ ചെയർ, ഇത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യ മേഖലയിൽ നൽകിക്കൊണ്ട് മാത്രമല്ല ഗർഭിണി അതായത് ഏറ്റവും കൂടുതൽ കളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് കാസർഗോഡ് ജില്ലക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു പഞ്ചായത്ത്, എൻഡോസൾഫാൻ മേഖലയിൽപ്പെട്ട പഞ്ചായത്താണ് കളാർ ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്താൻ കളാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വകുപ്പും തയ്യാറായിട്ടുണ്ട്. അതിലൂടെ ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകൾ വരുന്നതിന് അതിനെ പ്രതിരോധിക്കുന്നതിന് സർവേ നടത്തിക്കൊണ്ട് അതിനാവശ്യമായ ചികിത്സ നൽകുന്നതിന് വേണ്ടി
പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പുകൾ ആരോഗ്യ മേഖലയിൽ, അതായത് ആയുർവേദ ആയാലും ശരി, അലോപ്പതി ആയാലും ശരി, അതുപോലെ തന്നെ ഹോമിയോ ആയാലും ശരി, നമ്മൾ കൃത്യമായി ആ മേഖലക്കകത്ത് തന്നെ ആവശ്യമായ ഫണ്ടുകൾ വെക്കുകയും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കും, മെഡിക്കൽ ക്യാമ്പുകളും ഒക്കെ നടത്തുകയും അതുപോലെ വിവിധ ഏജൻസികളെ കൊണ്ട് ഏറ്റവും വലിയ 1000 രോഗികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ക്യാമ്പ് കള്ളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി കൂടങ്ങളിൽ വെച്ച് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എനപ്പോയി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ കള്ളാർ ഗ്രാമപഞ്ചായത്തും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹായത്തോടുകൂടി നമുക്ക് 1000 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു, അതായത് 45ഓളം ഡോക്ടർമാർ വന്ന് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി, അതായത് ജില്ലക്കകത്ത് മാത്രമല്ല അന്യ സംസ്ഥാനത്തുള്ള വലിയ നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്ന് അത്തരം ക്യാമ്പുകൾ നടത്താനും കള്ളാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കരുതിയിരിക്കുന്നത്? കള്ളാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ പ്രയാസം, അതായത് ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യമായ ഫണ്ടുകൾ ലഭ്യമല്ലാത്തത് വലിയൊരു പ്രയാസമാണുള്ളത്. കാരണം ഈ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇല്ലാത്തത് ഏറ്റവും വലിയ പ്രയാസമാണ്. താലൂക്ക് ആശുപത്രി നമുക്കുണ്ട്, ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രി ഉണ്ട്, ഇപ്പൊ തന്നെ അവിടെ ഡോക്ടർമാരില്ല. ആ ഡോക്ടർമാരില്ലാത്തതിന് രാത്രി കാലങ്ങളിൽ ചികിത്സയില്ല. അത്തരം പ്രയാസങ്ങൾ, വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു താലൂക്ക് ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ 7ഓളം പഞ്ചായത്തുകൾ വരുന്നതാണ്. ആ താലൂക്ക് ആശുപത്രിക്കകത്ത് ആകെ 2-4 രോഗികളെ മാത്രമേ ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ പ്രദേശത്ത് ഒരുപാട് ഡയാലിസിസ് രോഗികൾ ഈ പഞ്ചായത്തിനകത്തുണ്ട്. അത്തരം ആൾക്കാർക്ക് വേണ്ട സേവനം നൽകാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നില്ല. കാരണം ഫണ്ടിന്റെ ലഭ്യത കുറവ് വലിയ പ്രയാസത്തിലാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ പല രീതിയിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ടില്ലാത്ത ഒരു പ്രയാസമുണ്ട്. പട്ടികവർഗ മേഖലയിൽ 1000-ൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന, 2000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് അതായത് ABCD പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഒരു പദ്ധതി കള്ളാർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി. അതായത് മുഴുവൻ ആൾക്കാർക്കും ആവശ്യമായ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരവും അതോടൊപ്പം വലിയൊരു പരിപാടിയായി ഞങ്ങൾ സംഘടിപ്പിക്കുകയും പരമാവധി, അതായത് മുഴുവൻ പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ്, അതായത് റേഷൻ കാർഡ്, ID കാർഡ്, ആധാർ കാർഡ് എന്നീ വേണ്ട ഇവർക്കൊക്കെ ആനുകൂല്യം കൊടുക്കാൻ ഇതൊരു തടസ്സമായിരുന്നു. ഇത്തരം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയും അവർക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫണ്ടിന്റെ ലഭ്യത കുറവ് വലിയ പ്രയാസമാണ് ഗ്രാമപഞ്ചായത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചികിത്സാ രംഗത്തും അങ്ങനെയാണ്. ഈ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറില്ല, പ്രസവ സംബന്ധമായ ചികിത്സ കൊടുക്കാനോ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാനോ ഈ പഞ്ചായത്തിനകത്ത് സാധിക്കുന്നില്ല. ഡോക്ടർമാരില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രയാസം. അതിന് വേണ്ട ഇത് നടത്താത്തത്, താലൂക്ക് ആശുപത്രി സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രയാസം. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുള്ള പ്രദേശമാണോ, അവർക്കായിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഭിന്നശേഷിക്കാരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണത്. അതായത് അത്തരം ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫണ്ടിന്റെ ലഭ്യതക്കകത്തു നിന്നുകൊണ്ട് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതായത് പിന്നോക്ക വിഭാഗക്കാരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പട്ടികവർഗക്കാരെ, പട്ടികജാതിക്കാരെ അവരൊക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് അവർക്ക് അത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ രേഖകൾ നൽകുകയും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് വരികയാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോ ഭിന്നശേഷിക്കാർക്ക് എന്ന് പറഞ്ഞാൽ വീൽ ചെയർ എന്ന് വേണ്ട 3 വീലർ അടക്കം കൊടുത്തിട്ട് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സംസ്ഥാനം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ലഹരിയുടെ പിടിയിൽ മുറുകുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അതായത് ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ യോഗങ്ങൾ നടത്തി. അതായത് നമ്മൾ ലഹരി വിരുദ്ധ ഒരു പ്രവർത്തനത്തിന് ഇനി അടുത്ത നടപടി എന്ന നിലയ്ക്ക് കള്ളാർ ഗ്രാമപഞ്ചായത്തിനകത്ത് വിപുലമായ ഒരു യോഗം വിളിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 1ാം ഘട്ടം എന്ന നിലയ്ക്ക് ആദ്യം തന്നെ എല്ലാ വാർഡുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുഴുവൻ കുടുംബശ്രീകളിലും അതുപോലെ തന്നെ ADS-ന്റെയും കുടുംബശ്രീ യോഗങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ യോഗങ്ങൾ നടത്തുകയും ഇതിനെതിരെ വളരെ കൃത്യമായി തന്നെ ക്ലാസ് എടുക്കുകയും
വിദ്യാലയങ്ങളിലെ മുഴുവൻ അധ്യാപകരുടെ, അതായത് എല്ലാ വിദ്യാലയങ്ങളുടെയും പ്രധാന അധ്യാപകരുടെ യോഗം വിളിക്കുകയും പ്രധാന അധ്യാപകരോട് വളരെ കർശനമായ നിർദ്ദേശം നൽകുകയും പോലീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിയമപരമായി ബന്ധപ്പെട്ട് ഈ വിദ്യാലയത്തിന്റെ അടുത്ത് എവിടെയും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ പാടില്ല, വിൽക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചിരുന്നു. അതിനുവേണ്ട നിയമമായി മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഒരു വിപുലമായ ഒരു യോഗം വിളിക്കാൻ വീണ്ടും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജില്ലാതലത്തിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ തന്നെ അതുപോലെ തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തിനകത്തിലെ എല്ലാ ടൗണുകളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായി ഇവരുടെ ഒക്കെ വിപുലമായ ഒരു യോഗം വിളിച്ചുകൊണ്ട് ഇതിനെ ശക്തമായി നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയായി മുമ്പോട്ട് പോകാനാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായും. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്ന് വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വിദ്യാർത്ഥികളെല്ലാം തന്നെ കൂടുതൽ ഫോണുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെയാണ് നടത്തുന്നത്. മറ്റു രീതിയിലേക്ക് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ കുട്ടികളെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ എല്ലാം തന്നെ ഈ കായിക തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ഒപ്പം തന്നെ ഈ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളത് നിർബന്ധമായി കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഈ കളിസ്ഥലങ്ങളുടെ നിർമ്മാണം, പുരോഗമനം എല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നേതൃത്വം നൽകുന്നത്. പ്രാവശ്യവും പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഓരോ ഐറ്റംസ്, അതായത് സ്പോർട്സ് ഐറ്റംസിൽ പ്രത്യേക പദ്ധതി വെച്ചുകൊണ്ട് അത്തരം യുവാക്കളെ കായികപരമായുള്ള കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അത്തരം പ്രോജക്റ്റുകൾ വെച്ച് തന്നെ അവരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിനകത്തുള്ള 2 ഹയർ സെക്കൻഡറി സ്കൂളാണ് കളർ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. ഒന്ന് കൊട്ടോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ രാജപുരം. ഈ 2 സ്കൂളും സെന്റ് പയസ് കോളേജ് രാജപുരം എന്നീ വിദ്യാലയങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയങ്ങൾ. ഇത്തരം വിദ്യാലയങ്ങളിലെ കുട്ടികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ, കായികപരമായ കഴിവുകൾ ഉയർത്തുന്നതിന് വേണ്ടി അത്തരം പദ്ധതികളും അതുപോലെ തന്നെ മത്സരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ കളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. നാരായണനാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് ഇനിയും നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ നാരായണൻ.